ഹലോ, അങ്ങനെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് നാരങ്ങ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തുവാണ് നാരങ്ങയൊക്കെ പിച്ചിയത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത നാരങ്ങ ആയതുകൊണ്ട് തൊട്ടപ്പോൾ തന്നെ അത് താഴെ വീണു. 2 നാരങ്ങ ഉണ്ടായിരുന്നു പഴുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നാരങ്ങയായിരുന്നു. ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ എന്ന് പറയുന്ന ആ ഒരു ഇനത്തിൽ പെട്ട നാരങ്ങയാണ്. അപ്പോൾ ഇതിനകത്ത് സീഡ്സ് ഉണ്ടോ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ദേ ഒരു നാരങ്ങ എടുത്തിട്ട് മുറിച്ച് നോക്കുമ്പോൾ അതിൽ സീഡ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കറക്റ്റാണ്, സീഡ്ലെസ് ലെമണിന് സീഡ്സ് ഇല്ല. അപ്പോൾ ഇനി ഇത് ഞെക്കിയൊക്കെ നമ്മൾ നീരെടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു. പതിവിലും നമ്മൾ നാരങ്ങ ഞെക്കി വെച്ചൊക്കെ ഞെക്കുവാണെങ്കിൽ നന്നായിട്ട് വന്നിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ വളരെ പാടുപെട്ടാണ് ഇത് പിഴിഞ്ഞെടുത്തത്. ഇതിൻ്റെ നാരുകൾക്ക് നല്ല നീളവും ഉണ്ടായിരുന്നു. കാത്തമ്മ ഇടയ്ക്ക് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. നല്ല നാരങ്ങയുടെ സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും ഇത് പിച്ചുമ്പോൾ തൊട്ട് തന്നെ. നമ്മളിതിപ്പോൾ നട്ടിട്ട് ഒരു 2 വർഷം ഒക്കെ ആയിട്ടുണ്ടാവും. കാത്തുമ്മ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 3 നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരൊറ്റ നാരങ്ങ മതിയാവും. അത്രയ്ക്ക് നല്ല പുളിയാണ്. ലാസ്റ്റ് ഞങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായി കാത്തൂന് കൊടുത്തപ്പോൾ അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്പോ സൂപ്പർ പുളി. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി എന്നാൽ.